നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി നടപടി. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നിർണായക ഉത്തരവ്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ നിയമനം അസാധുവാക്കിയ കോടതി കമ്മീഷന് നിയമസാധുതയില്ലെന്നും വ്യക്തമാക്കി. ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. എന്നാൽ മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് സാധിക്കില്ല. മുനമ്പത്തേത് വഖഫ് വസ്തുവകയെന്ന് വഖഫ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. വഖഫ് ട്രിബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താനാവില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനുള്ള സർക്കാർ തീരുമാനം നീതിയുക്തമല്ലെന്നും കമ്മീഷൻ നിയമനത്തിൽ സർക്കാർ യാന്ത്രികമായി തീരുമാനമെടുത്തുവെന്നും കോടതി കുറ്റപ്പെടുത്തി. മനസ്സിരുത്തിയല്ല സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. നിയമനത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ല. വഖഫ് ഭൂമിയെന്ന് കണ്ടെത്തിയ വസ്തുവിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താനാവില്ലെന്നും വഖഫ് ബോർഡ് തീരുമാനമോ വഖഫ് നിയമമോ സർക്കാർ പരിഗണിച്ചില്ലെന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തു. ഇതിനിടെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയതിനെതിരെ സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഹർജി വന്നതോടെ മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനം നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ്. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കി ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് സർക്കാർ തീരുമാനം. സർക്കാരിന്റെ കള്ളക്കളി പുറത്തു വന്നെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. 156 ദിവസം പിന്നിട്ട് റിലേ നിരാഹാര സമരം കൂടുതൽ ശക്തമാക്കാനാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ തീരുമാനം. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള അവകാശം സർക്കാരിനുണ്ടെന്ന് കോടതി പറയുമ്പോഴും വിധി പരിശോധിച്ച് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് നിയമമന്ത്രി P. രാജീവ്. താമസിക്കുന്നവർക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി. ഇപ്പോൾ ഗവൺമെന്റ് കണ്ടിരുന്നത് അവിടെ താമസിക്കുന്ന ആളുകൾക്കുള്ള നിയമപരമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിധി അത് വിശദമായി നോക്കി ഗവൺമെന്റ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും എന്നാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചാണ് സഹകരിക്കാൻ തീരുമാനിച്ചതെന്നും സമരം ശക്തമാക്കുമെന്നും മുനമ്പം ഭൂസംരക്ഷണ സമിതി. ഞങ്ങളുടെ ജീവൻ ഇവിടെ പണയം വെക്കേണ്ടി വന്നാലും രക്തച്ചൊരിച്ചിൽ ഇവിടെ ഉണ്ടാകേണ്ടി വന്നാലും ഞങ്ങൾ പോരാടും. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ. ഞങ്ങളുടെ സ്ഥലം ഈ മണ്ണ് വിട്ട് ഞങ്ങൾ പോകൂല. സർക്കാരിന്റെ കള്ളക്കളി പുറത്തു വന്നെന്ന് പ്രതിപക്ഷ വിമർശനം. എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. ഗവൺമെന്റ് കാണിച്ച കള്ളക്കളിയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാവരും ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥതക്ക് സർക്കാരിന് വിട്ടുകൊടുത്തിരിക്കെ അത് അവധാനപൂർവം സർക്കാർ ചെയ്യേണ്ടതായിരുന്നു. അതിന് അടിയന്തര നടപടി എടുക്കേണ്ടതും അതുകൊണ്ട് തന്നെ സർക്കാരാണ്. പിണറായിയുടെ മുഖത്തേറ്റ പ്രഹരമെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രതികരണം. ഇനി എന്തു വേണമെന്ന് കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 610 കുടുംബങ്ങളാണ് മുനമ്പത്ത് കുടിയിറക്കൽ ഭീഷണി നേരിടുന്നത്. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് ഭരണ പ്രതിപക്ഷ കക്ഷികളെന്ന് ആവർത്തിക്കുമ്പോഴും പ്രശ്നപരിഹാരം ഇനിയും അകലെയാണ്. ന്യൂസ് ഡെസ്ക് 24. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കേരള ഹൌസിലെ കൂടിക്കാഴ്ചയ്ക്ക് ഗവർണർ പാലമായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ധനമന്ത്രിയുമായുള്ള ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിലേക്ക് ഗവർണറെ താനാണ് ക്ഷണിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ച ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയണമെന്ന രമേശ് ചെന്നിത്തലയുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഈ മാസം 10 ഡൽഹിയിലെ കേരള ഹൌസിലായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള മുഖ്യമന്ത്രിയുടെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കൂടി ചുമതലയുള്ള ധനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ അനൌദ്യോഗികമെന്ന് പറയാനാകില്ല. എന്താണ് ചർച്ച ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയണം എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, നിങ്ങൾ പറയണം, എന്താണ് നിങ്ങൾ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് എന്ത് ചർച്ച ചെയ്തു? അതിനകത്ത് കേരളത്തിന്റെ ഗവർണർ ഒരു പാലമായി പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ തെറ്റ് പറയാൻ കഴിയുമോ? ഗവർണറുടെ വിരുന്നിൽ പങ്കെടുക്കാനിടയായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. പാർട്ടി യോഗത്തിന് ഡൽഹിക്ക് തിരിച്ച താനും ഗവർണറും ഒരേ വിമാനത്തിലാണ് പോയത്. MP-മാർക്ക് ഗവർണർ ഒരുക്കിയ വിരുന്നിൽ തന്നെയും ക്ഷണിച്ചു. അപ്പോൾ ധനമന്ത്രിയുടെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിലേക്ക് ഗവർണറെ താനും ക്ഷണിച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ട്, നിങ്ങൾക്കും വരാൻ പറ്റുമെങ്കിൽ സൗകര്യമായിരുന്നു എന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു.
അപ്പം അദ്ദേഹം ഇട്ട പാലത്തിലൂടെ ഞാൻ അങ്ങോട്ട് പോയതല്ല. ഇങ്ങനെ നടന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു, അദ്ദേഹം വന്നു. BJP സർക്കാരിനോടുള്ള നിലപാടിൽ വെള്ളം ചേർത്തെന്ന രമേശ് ചെന്നിത്തലയുടെ വിമർശനത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഓരോ സാഹചര്യത്തെയും അപഗ്രഥിച്ചാണ് CPIM വിലയിരുത്തൽ നടത്തുന്നത്. രാഷ്ട്രീയ നെറികേട് കാണിക്കുന്നവരല്ല CPIM. ഛിദ്രശക്തികൾ തലപൊക്കാത്തതും വർഗീയ ശക്തികൾ കൽപ്പിക്കാൻ ധൈര്യപ്പെടാത്തതുമായ ഭരണത്തിന് ആത്മധൈര്യം വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരോപണത്തിന്റെ കരിമ്പുക ഉയർത്തി പ്രതിപക്ഷം സർക്കാരിനെ അവഹേളിക്കുകയാണെന്നും ഇനിയെങ്കിലും തെറ്റ് തിരുത്തി മാപ്പ് പറയാൻ അവർ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. വ്യാഴാഴ്ച മുതൽ നിരാഹാര സമരവുമായി സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ ആശാ വർക്കേഴ്സ്. ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചായിരുന്നു ആശാ വർക്കേഴ്സിന്റെ സമരം. പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ സമരവേദിയിലെത്തി. അതിനിടെ കനത്ത ചൂടിൽ സമരം ചെയ്ത് 8 ആശമാർ തളർന്നു വീണു. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സർക്കാരിനു മുന്നിൽ സമരശൈലി മാറ്റി ആശാ വർക്കേഴ്സ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. മാർച്ച് 20 തീയതി മുതൽ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ പകൽ സമര കേന്ദ്രത്തിൽ തന്നെ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. അനിശ്ചിതകാല നിരാഹാരം 20 തീയതി രാവിലെ 11 മണിക്ക് ഞങ്ങൾ ആരംഭിച്ചിരിക്കും. ഈ നിരാഹാര സമരം ഈ കേരളത്തിലെ സ്ത്രീ തൊഴിലാളി സമരങ്ങളിൽ നിർണായകമായ സമരമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. സമരത്തിന്റെ 36ാം ദിവസം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചാണ് സമരം ശക്തമാക്കിയത്. NHM ഏർപ്പെടുത്തിയ പരിശീലന ക്ലാസ് ബഹിഷ്കരിച്ചാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരപ്പന്തലിലേക്ക് എത്തിയത്. ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ തുടങ്ങിയവർ സമരപ്പന്തലിലെത്തി. വൈകിട്ട് 5 മണിക്കാണ് ഉപരോധം അവസാനിപ്പിച്ചത്. കനത്ത ചൂടിൽ 8 ആശാ വർക്കേഴ്സ് സമരവേദിയിൽ തളർന്നു വീണു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. വൈകിട്ടത്തെ വേനൽമഴയിലും സമരചൂടിന് കുറവില്ലായിരുന്നു. ഇതിനിടെ ഓണറേറിയത്തിന് മാനദണ്ഡങ്ങൾ ഒഴിവാക്കാനുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയെങ്കിലും മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ആശാ വർക്കേഴ്സ്. 24 തിരുവനന്തപുരം. അക്രമത്തിനും ലഹരിക്കുമെതിരെ ജനകീയ പ്രതിരോധം SKN40. ലഹരിക്കും അക്രമത്തിനുമെതിരെ SKN40 കേരള യാത്രയ്ക്കൊപ്പം അണിനിരന്ന് കേരളം. 24ന്റെയും സർക്കാരിന്റെയും ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നിരുപാധിക പിന്തുണയെന്ന് യാത്രയുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രാഷ്ട്രീയം നോക്കാതെ ലഹരിക്കെതിരെ പോരാടണമെന്നായിരുന്നു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ആഹ്വാനം. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, MLA-മാരായ PC വിഷ്ണുനാഥ്, VK പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരും SKN40 കേരള യാത്രയിൽ പങ്കാളികളായി. ലഹരിക്കും അക്രമത്തിനുമെതിരെ SKN നയിക്കുന്ന കേരള യാത്രയ്ക്ക് രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ. യാത്രയ്ക്ക് ആശംസകൾ അറിയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടേണ്ട സമയമാണിതെന്നും പറഞ്ഞു. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ഈ ഒരു വിഷയത്തിൽ നടത്തുന്നതിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു കാര്യം അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഉത്കണ്ഠയും ഭീതിയും ഒരു പരിധിവരെ നല്ലതാണ്, വളരെ കെയർഫുൾ ആകാൻ വേണ്ടിയിട്ട് ഉള്ള നല്ലതാണ്. അങ്ങനെ ശ്രദ്ധിച്ച് ഒരു വലിയൊരു മൂവ്മെന്റ് ഉണ്ടായി കേരളത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഞാൻ ശുഭപ്രതീക്ഷ ഉള്ള ഒരാളാണ്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയമില്ലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. അതിന്റെ നന്മയുടെ ഒരു ലക്ഷ്യത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള ഒരു ദുഷ്ടലാക്കുണ്ടോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയമില്ല, അതിൽ കുറ്റവാളികളെ പിടിക്കുക എന്നുള്ളതാണ്. വിമർശനങ്ങളുണ്ടെങ്കിലും മുഖ്യമന്ത്രി ആത്മാർത്ഥമായി മുന്നിട്ടിറങ്ങിയാൽ പിന്തുണ നൽകുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 9 വർഷം മുഖ്യമന്ത്രി ആയിരുന്നിട്ട് ലഹരിക്കെതിരെ ഒന്നും ചെയ്യായിരുന്ന ഒരാള് ഇപ്പൊ ഞങ്ങളങ്ങ് എല്ലാം മറിച്ചുകളെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ല, പ്രവർത്തിച്ച് കാണിക്കട്ടെ. MLA-മാരായ PC വിഷ്ണുനാഥും VK പ്രശാന്തും SKN നയിക്കുന്ന യാത്രയുടെ ഭാഗമായി. 24 തിരുവനന്തപുരം. മാധ്യമ മേഖലയിൽ 40 വർഷം പിന്നിടുന്ന 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ജനകീയ യാത്ര SKN40 തിരുവനന്തപുരത്ത് പര്യടനം തുടരുകയാണ്. ഇപ്പോൾ കളിയിക്കാവിളയിലാണ് SKNും സംഘവുമുള്ളത്. കരമന കളിയിക്കാവിള റോഡ് വികസനം അസാധ്യമോ എന്ന വിഷയത്തിൽ നാട്ടുകൂട്ടം പ്രത്യേക ചർച്ചാ പരിപാടി നടക്കുകയാണ്. തത്സമയം അതിലേക്ക്.
താങ്ക് യു അനുജ രാജേഷ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാറശാലയിലാണ്. പാറശാല ശരിക്കും നമ്മുടെ ബോർഡറാണ്, തമിഴ്നാടുമായിട്ടുള്ള ബോർഡറാണ്. അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മളിവിടുത്തെ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്നത് ശരിക്കും ഇവിടെ കുട്ടികൾക്കൊക്കെ തന്നെ ചില ഭീഷണിയുണ്ട്, ചില മിഠായികളൊക്കെ ഇവിടെയൊക്കെ പ്രചാരത്തിലുണ്ട്. അങ്ങനെ എന്തോ പറയാൻ വന്നല്ലോ, എന്താ പേര്? സുന്ദരേശൻ നായർ. ഞാൻ BJP ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ഇവിടെ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കണമെന്നാണ് നമ്മുടെ ഒരാവശ്യം. പാറശാല പ്രദേശങ്ങളിൽ ഷാപ്പുകളുടെ എണ്ണം വളരെ കൂടുതൽ, മദ്യപാനികളുടെ എണ്ണം വളരെ മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ട്, ഉണ്ട്, കംപ്ലീറ്റ് ഉണ്ട്. അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുത്താൽ ഇത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ ഇത് ചെയ്യുന്നവരെ തന്നെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആളുകൾ സഹായിക്കുന്ന രീതിയിൽ ഇല്ല, ഞാൻ ഒരു പാർട്ടിയെ ആക്ഷേപിക്കുന്നില്ല, ഒരു പാർട്ടി ഇല്ല. അതെ സാർ, അങ്ങനെയുള്ളവർക്ക് വികസനത്തിന് സാർ വികസനത്തിന് രാഷ്ട്രീയമില്ല സാർ, വികസനത്തിന് രാഷ്ട്രീയമില്ല. നമ്മുടെ സ്ത്രീകൾ ഇതിനെക്കുറിച്ച് അവയർ എത്രമാത്രം ബോധവതികളാണ്? കാര്യം അമ്മമാർക്കാണല്ലോ ഈ കുട്ടികളിങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ടെൻഷൻ, അവർക്കൊരു ആശങ്ക വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പം നമുക്ക് ശരിക്കും നമ്മളിതെല്ലാം നമ്മൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നുണ്ട്, നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടപടികൾ വരും. അപ്പോൾ എന്താണ് പ്രസിഡന്റ് പറയാനുള്ളത്? അപ്പം ജനം മുഴുവൻ ലോകത്തെമ്പാടും ഇരുന്ന് ആൾക്കാർ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ മാതാപിതാക്കൾക്ക് സ്കൂൾ വഴിയോ അംഗൻവാടികൾ വഴിയോ നമുക്ക് അവയർനെസ് കൊടുക്കാനാണ് കഴിയുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം പല അമ്മമാരും അതിനോട് യോജിപ്പല്ല. എങ്കിലും ഒരു പരിധി വരെ ഇങ്ങനെ വേറൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് അതും എല്ലാം കൂടെ ഇതിൻ്റെ ഒരു ഭാഗമായി നമ്മളതിനെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് സംഘടിപ്പിച്ച് പല അവയർനെസ്സും കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ഈ അവയർനെസ്സും കൂടെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. മഞ്ജു സ്മിത. അപ്പൊ ഞങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നമ്മുടെ പഞ്ചായത്തിൽ എത്ര വാർഡുണ്ട്? 23 വാർഡുണ്ട്. വലിയ പഞ്ചായത്താ പോലെ. അപ്പൊ ഈ 23 വാർഡുകളിലും ഇതുപോലെ കുട്ടികളെ സ്വാധീനിക്കാനുള്ള വൃത്തികെട്ട ശക്തികൾ നടക്കുന്നുണ്ടോ? എല്ലാ സ്കൂളുകളിലും അല്ല. ഗവൺമെന്റ് സ്കൂൾ നമുക്കുള്ളത് ഒരു സ്കൂളാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ അവിടെ സ്ട്രെങ്ത് എങ്ങനെയാ? കുട്ടികളുണ്ട്, വലിയ സ്കൂളാണ്. സെക്കൻഡറി വരെ ഉള്ള കുട്ടികളാണ്. ഹയർ സെക്കൻഡറി വരെ ഉള്ളതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയുണ്ട്, സ്കൂളുണ്ട്. അല്ലെ ഇവര് നമ്മൾ പറയാൻ കാര്യം ഇത് കുട്ടികളെ പിടിക്കാനാണ് ഒരു ആദ്യം ശ്രമിക്കുന്നത്. സ്കൂൾ വരാന്തകളിൽ പോയി നിൽക്കുക, ഈ ചോക്ലേറ്റിലൊക്കെ ചില ലഹരി കലർത്തി കൊടുക്കുക, പിന്നെ അത് അഡിക്റ്റ് ആക്കുക, പിന്നെ അവരെ കൊണ്ട് കച്ചവടം ചെയ്യിക്കുക, ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ പഞ്ചായത്തിന്റെ ഇതിൽ എന്താ ചെയ്യാൻ പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മളിപ്പോ ഇത് ഏറ്റവും പ്രധാനമായി ഇത് മുടുക്ക് റോഡുകളിലും ഇടവഴികളിലൊക്കെയാണ് ഇതിന്റെ ബിസിനസ്. മുടുക്കി പോയി പിടിക്കണമെന്ന് അവരൊക്കെ അതല്ല, ഇതിൽ സ്ട്രോങ് ആണ്. ഞാനൊരു സോഷ്യൽ വർക്കറാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അടിസ്ഥാനപരമായി വീട്ടമ്മമാർക്ക് ഈ പഞ്ചായത്തിൽ വിപുലമായിട്ട് കുടുംബശ്രീകളുണ്ടല്ലോ. കുടുംബശ്രീ യൂണിറ്റുകളിൽ തന്നെ ഒത്തിരി അവയർനെസ് ഉള്ള കാൻഡിഡേറ്റ് ഉണ്ട്. അവരെല്ലാം വെച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പാറശാലയിൽ അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇതൊരു തുടർ പ്രോഗ്രാമായിട്ട് ഇന്ന് തുടങ്ങുന്നതല്ല. ഇത് 10-20 വർഷം കൊണ്ട് തന്നെയാണ് ഇവിടെ നടന്നു വരുന്നുണ്ട്. ഞാൻ ഒരു മുൻകാല കുടുംബശ്രീ ചെയർപേഴ്സൺ കൂടെയാണ്. അടിസ്ഥാനമായിട്ട് പാറശാല ഗ്രാമപഞ്ചായത്ത് ഇതിനെതിരെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ശക്തമാക്കേണ്ടത് ഇത് അതിർത്തി പഞ്ചായത്താണ്, തമിഴ്നാട് ബോർഡറോട് ചേർന്നിട്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇതിൻ്റെ വരവ് ഒത്തിരി കൂടുന്നുണ്ട്. അപ്പോൾ യുവതലമുറയെ പിടിക്കുന്നതിന് സ്കൂളിൽ അടുത്താണ്, ഈ റെയിൽവേ ട്രാക്കിന്റെ അടുത്താണ്. അപ്പോൾ അതുവഴിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ. ആഷ്മി ഒരു മോളിലൂടെ വന്നിട്ടുണ്ട്. അപ്പൊ പഞ്ചായത്തിന്റെ ആളാണോ? കുട്ടികളുടെ എന്താ പേര്? വിദ്യാർത്ഥിയാണോ? ശില്പ. ഞാൻ വിചാരിച്ചു പഞ്ചായത്ത് മെമ്പറാണ്. ഓക്കെ, ഒരു പഞ്ചായത്തിലൊക്കെ നിൽക്കണം ഭാവിയിൽ അല്ലേ? അതൊക്കെ. മോളുടെ പേരെന്താ? ശില്പ. എവിടെ താമസിക്കുന്നത്? ഇവിടെ തന്നെ, പാറശാല. മോള് എവിടെയാ പഠിക്കുന്നത്? യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് PG കഴിഞ്ഞു. PG കഴിഞ്ഞോ? എന്റെ അമ്മ, ഞാൻ ഏതാണ്ട് +2 സ്കൂളിൽ പഠിക്കുന്നത് ചോദിക്കാൻ വരികയായിരുന്നു. ഒരു കാര്യം, ഈ കൂൾ എന്ന പേരില് ഇവിടെ ഒരു ലഹരി മിഠായി വിൽക്കുന്ന ഇവരൊക്കെ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൽ പഞ്ചായത്തൊക്കെ അതിൽ സ്കൂളിൽ അത് കിട്ടുന്നുണ്ടോ ഈ ലഹരി മിഠായി? അതിന്റെ പേര് കൂൾ എന്നാണ്, അത്രയും വരെ ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ അതിൽ മുട്ടയുടെ പേരെന്തോ ചേട്ടാ? ആ കൂൾ എന്നാണ് പേര്. അപ്പൊ ആ മിഠായിയുടെ പേരറിയാം, അത് വിൽക്കുന്ന സ്കൂളിന്റെ പരിസരം അറിയാം. അല്ലല്ല, സ്കൂളിനകത്തല്ല, കുട്ടികളിൽ അത് കിട്ടുന്നുണ്ട്. കുട്ടികളിൽ അത് കിട്ടുന്നുണ്ട്.
SKN നയിക്കുന്ന കേരള യാത്ര ഇന്നിപ്പോൾ നാട്ടുകൂട്ടം പ്രത്യേക പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന കളിയിക്ക വിളയിലാണ്. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. സംസ്ഥാനത്ത് മലയോര മേഖലകളിൽ കനത്ത വേനൽ മഴയും ശക്തമായ കാറ്റും. മലപ്പുറം തൃക്കലങ്ങോട് വീടിന്റെ മുകളിലേക്ക് തെങ്ങ് വീണ് മേൽക്കൂര തകർന്നു. വീട്ടുകാർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മരം വീഴുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. മലപ്പുറം പത്തപ്പിരിയത്ത് ശക്തമായ കാറ്റിൽ മരം വീണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു. ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു. പാലക്കാട് കണ്ണിയംപുറത്ത് സംസ്ഥാന പാതയിലേക്ക് മരം വീണ് ഗതാഗതക്കുരുക്കുണ്ടായി. ഒറ്റപ്പാലം വാണിയംകുളം ഭാഗങ്ങളിലും മഴ ശക്തമായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലും ശക്തമായ മഴ ലഭിച്ചു. കൂടരഞ്ഞിയിൽ തെങ്ങ് വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്നു. റോഡിലേക്ക് വീണ വൈദ്യുതി കമ്പിയിൽ കയറിയ ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടു. കോന്നി കല്ലേലിയിൽ കനത്ത കാറ്റിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇനി ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. എറണാകുളം കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ കഞ്ചാവ് വിൽപ്പന ആരംഭിച്ചിരുന്നതായി പ്രതികളുടെ മൊഴി. UPI ഇടപാട് വഴി പണം കൈമാറിയാണ് കഞ്ചാവ് കോളേജ് ഹോസ്റ്റലിൽ എത്തിച്ചത്. കേസിൽ പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥിയായ ഷാലിഖിന് കഞ്ചാവ് എത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളിക്കായി അന്വേഷണം ഊർജിതമാക്കി. കളമശ്ശേരി പോളിടെക്നിക്കിലേക്ക് മാസങ്ങളായി ലഹരി ഒഴുകുന്നുവെന്ന പോലീസ് വാദം ശരിവെക്കുന്നതാണ് മുഖ്യപ്രതി അനുരാജിന്റെ മൊഴി. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖും ഷാലിഖുമാണ് ലഹരി എത്തിച്ചിരുന്നത്. ഗൂഗിൾ പേ വഴി 16,000 രൂപയാണ് കഞ്ചാവിനായി ഇടനിലക്കാർക്ക് കൈമാറിയത്. കൂടാതെ നേരിട്ടും പണം കൈമാറി. സ്ഥിരം വാങ്ങുന്ന ആളായതിനാൽ കടമായും അനുരാജിന് കഞ്ചാവ് നൽകിയിരുന്നു. 4 പേരിൽ നിന്ന് മാത്രം പണം പിരിച്ചുവെന്ന അനുരാജിന്റെ മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല. ആരൊക്കെ എത്ര പണം നൽകി തുടങ്ങിയ അന്വേഷണങ്ങൾ പോലീസ് ഊർജിതമാക്കി. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഹോസ്റ്റലിലെ കഞ്ചാവ് ശൃംഖലയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ഷാലിഖിന് കഞ്ചാവ് എത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളിക്കായുള്ള തെരച്ചിൽ ശക്തമാക്കി. കഞ്ചാവ് പിടികൂടിയതിനു പിന്നാലെ ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയിരിക്കുകയാണ്. 24 കൊച്ചി. പോത്തൻകോട് ശാന്തിഗിരിക്ക് റമദാൻ സ്നേഹ സമ്മാനവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ശാന്തിഗിരി ആശ്രമത്തിലെ അന്നദാനത്തിനായി യൂസഫ് അലി 25 ലക്ഷം രൂപ കൈമാറി. ആശ്രമത്തിലെ അന്തേവാസികൾക്കും സന്ദർശകർക്കും ഭക്ഷണം നൽകുന്നതിനായാണ് തുക കൈമാറിയത്. ദിവസവും ആയിരക്കണക്കിന് പേർക്കാണ് ശാന്തിഗിരിയിൽ അന്നദാനം നൽകി വരുന്നത്. റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസത്തെ അന്നദാനത്തിനായി MA യൂസഫ് അലി കൈമാറിയ തുക ചെലവഴിക്കുമെന്ന് ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി പറഞ്ഞു. MA യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷഡാനന്ദൻ പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിൽ എത്തിയാണ് തുക കൈമാറിയത്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.